കണ്ണുള്ള പെണ്ണാണ് കരിമഷി കണ്ണുള്ള കരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ് കരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ് അവൾ നാണമുള്ളൊരു പെണ്ണ്. നമ്മുടെ മോൻ ബാപ്പുട്ടിന്റെ നിക്കാഹ് അങ്ങട് കഴിഞ്ഞു. ബാപ്പുട്ടി ബാപ്പുട്ടിയേ ആരാണ്ട് മുക്കിയത്? ഞമ്മളാണ് ബാപ്പ. ഇയാണ് ബാപ്പയെങ്കിൽ പിന്നെ ഞമ്മളാരാടാ? അല്ല ബാപ്പയാണ് ബാപ്പ, ബാപ്പാന്ന് പറയായിരുന്നു ബാപ്പ. അൽഹംദുലില്ലാ, ഉമ്മ സമ്മതിച്ചില്ലേലും പുള്ള സമ്മതിച്ചല്ലോ. ഇഞ്ചിക്കാത്തു മതി. എടാ കൈ അവിടെ തുള്ളിക്കളിക്കാൻ ഇങ്ങോട്ട് വാടാ. ബാപ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ കല്യാണത്തിന് വന്നവരുടെ കയ്യിലെല്ലാം പിടിച്ച് ബാപ്പ മുത്തം കൊടുക്കണ്ടായിരുന്നല്ലോ? എല്ലാവരോടും ഭയങ്കര ഇഷ്ടമായിരുന്ന ബാപ്പയ്ക്ക്. അത് മുത്തം കൊടുത്തല്ലടാ, പിന്നെ ബിരിയാണി തിന്നേച്ച് പോണോര് പിന്നെ പിന്നെ കയറിയിരുന്ന് തിന്നുന്നുണ്ടോ എന്ന് കൈമണത്തി നോക്കിയതല്ലേടാ. ഓ, ഈ ബാപ്പ ആരുടെയൊക്കെ മോൻ? ആട്ടെ, കലശനൊക്കെ എങ്ങനെയുണ്ട്? ഉഗ്രനല്ലേ ബാപ്പ? എന്ത് കളസം? എടാ കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോയൊരു ബല്ലോ തന്നേച്ച് പോയോന്ന്? ആ കളസൻ അതന്നെ. 100-300 പേര് വന്ന് തിന്നിട്ട് പോയിട്ട് ഒരാള് പോലും പൈസ തന്നില്ല ബാപ്പ. പടച്ചോനെ, എന്റെ മോന്റെ കല്യാണ ഹലാക്കിന്റെ അവലും കഞ്ഞിയും പോലെ ആയല്ല. കല്യാണത്തിന് തിന്നിട്ട് പോയവരാരൊക്കെയോ, കള്ളബന്ധവും പറഞ്ഞ് നിന്ന് മുട്ടിച്ചവരാരൊക്കെയോ, ഒരു ചിക്കൻ കാലിന് തല്ല് പിടിച്ചവരാരൊക്കെയോ, അത് കിട്ടാതെ വന്നപ്പോ ബന്ധം പിരിഞ്ഞവരാരൊക്കെയോ, ഇത് ചെറുക്കൻ അളിയൻ അളിയൻ, അത് അളിയന്റെ അളിയൻ അളിയൻ എന്ന അടുത്ത ബന്ധവും പറഞ്ഞു തിന്നവരാരൊക്കെയോ ആരൊക്കെയോ. അല്ലോ, ആ മൂന്നാം പോക്കര് കമ്മീഷൻ ചോദിക്കാൻ വരുന്നുണ്ട്. നമ്മളെ കുറിച്ച് ചോദിച്ചാ മയ്യത്തായി പോയിന്ന് പറഞ്ഞേക്ക്. ഇന്റെ അല്ലോ. എടാ ബാപ്പുട്ടിയേ, മൂന്നാം നല്ല പരിപാടി കാണിച്ചത്. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ മണിക്കൂറിൽ മുങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞ് ഇന്നാ പൊങ്ങണത്. എടാ 3-ാം മണിക്കൂറിൽ മുങ്ങിയിട്ട് 3-ാം പക്കം പൊങ്ങുന്നത് കൊണ്ടല്ലേടാ ഞങ്ങള് മൂന്നാൻ എന്ന് വിളിക്കുന്നത്. എന്നാലും മൂന്നാൻ എന്നെ ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. ഭയങ്കര സ്വത്തും മുതലുള്ള പെണ്ണാണ്, നടന്നു കിട്ടിയ നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പെണ്ണൊരു ചട്ടുകാലിയാണല്ലോ മൂന്നാനെ. എടാ അത് തന്നെയല്ലേടാ ഞാൻ പറഞ്ഞത്, പെണ്ണ് നടന്നു കിട്ടിയ അതിന്റെ ഭാഗ്യമാണെന്ന്. ആ പിന്നെ മൂന്നാനെ, ഈ പെണ്ണിന്റെ ശരീരപ്രകൃതി വെച്ച് നോക്കുമ്പോൾ ഒറ്റ പ്രസവം കഴിഞ്ഞാൽ അവള് തടിക്കും. പെണ്ണ് തടിക്കത്തില്ല കേട്ടോ. എന്നെ മൂന്നാനെ ഒറ്റ പ്രസവം കഴിഞ്ഞാൽ ഈ പെണ്ണ് തടിക്കൂന്ന്. എടാ 2 പ്രസവിച്ചിട്ട് അവള് തടിച്ചിട്ടില്ല, പിന്നെ അതിന് 3-ാമത്തതിന്. അപ്പൊ ഒന്ന് കെട്ടിയ പെണ്ണിനെയാണല്ലേ മൂന്നാൻ എന്റെ തലയെ കെട്ടി വെച്ചേക്കണത്. എടാ അത് തന്നെയല്ലടാ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത്, പെണ്ണിനെ കുറിച്ച് ധാരാളം കെട്ട് കഥകളൊക്കെ ഉണ്ടെന്ന്. കൂട്ടില്ല. എടാ ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് കല്യാണം നിനക്ക് നടത്തി തന്നത് എന്തിനാണെന്ന് അറിയാവോടാ? മുഞ്ചത്തി പെണ്ണിനെ കെട്ടിച്ച് തന്നത് കമ്മീഷൻ കിട്ടാനാ, നിന്നെ കുറിച്ച് ഞാൻ പൊക്കി പറഞ്ഞത് ചക്കരം കിട്ടാനാ. മുംബൈയിലുള്ള ആണുങ്ങൾ മൊത്തം വിറ്റ പെണ്ണാടാ, ഷാരൂഖ് ഖാൻ നൽകിയ ലവ് ലെറ്റർ പോലും കീറിയ പെണ്ണാടാ. ഈ സുന്ദരി പെണ്ണിനെ നിന്നെ പോലുള്ള ജന്മത്തിൽ കിട്ടോടാ. ഉണ്ടല്ലേ മൂന്നാനെ തന്നേക്ക മൂന്നാനെ, ഉണ്ടല്ലേ മൂന്നാനെ തന്നേക്ക മൂന്നാനെ. തരാമെന്ന് പറയുന്നതല്ലേ, കമ്മീഷൻ തരുന്നില്ലല്ലോടാ ബാപ്പൂട്ടി. ഞാൻ അടുത്ത കല്യാണത്തിന് തരാം. അപ്പൊ നീ ഇനിയും കെട്ടാൻ പോവാന്നോടാ? അപ്പൊ നീ ഇപ്പൊ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നതോ? കറണ്ട് പോകുമ്പോ ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ മൂന്നാനെ? അതൊക്കെ പോട്ടെ ബാപ്പൂട്ടി, നീ പെണ്ണിനോട് വല്ലതും മുണ്ടിയോ? ഞാൻ ചെന്ന വഴി ആ പെണ്ണിനോട് ചോദിച്ചു കുട്ടിക്ക് എത്ര വയസ്സായിന്ന്. അപ്പൊ അവള് പറയാ അവക്കടെ കുട്ടിക്ക് 4 വയസ്സായിന്ന്. പിന്നെ അതെ, നീ ആദ്യമായിട്ട് കല്യാണം കഴിക്കൊണ്ട് പറയാ